ഹേയ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ ആ യാത്രക്കുള്ള ദിവസമായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. ഏകദേശം ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 മണിക്കാണ് നമുക്ക് എയർപോർട്ടിൽ എത്തേണ്ട സമയം. രാത്രി 10 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയ ഉടനെ തന്നെ നമുക്ക് ഉംറ ചെയ്യാനുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഇഹ്റാമൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ യാത്ര പോകുന്നത് ഞാനും എൻ്റെ ഉമ്മയും കൂടെയാണ് കേട്ടോ. ഉമ്മ വേറെ വണ്ടിയിൽ രണ്ടത്താണിയിൽ നിന്ന് നേരെ എയർപോർട്ടിലേക്ക് വരും. ഞങ്ങൾ ഇവിടുന്ന് കാലിക്കറ്റ് നിന്നാട്ടോ എയർപോർട്ടിലേക്ക് പോണത്. അപ്പോൾ ഞാനും ഉമ്മയും ഒറ്റക്കായതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡിവിജ്വലായിട്ടല്ല, നമ്മൾ ഗ്രൂപ്പിലാണ് പോണത്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം അവരിൽ നിന്ന് പാസ്പോർട്ടും അതുപോലെ ടിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ കളക്ട് ചെയ്യാനും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രൂപ്പായി പോകണോണ്ട് തന്നെ അവരുടേതായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് തരാനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ചെക്ക് ഇൻ, എമിഗ്രേഷൻ, സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞപ്പം ഞാനും ഉമ്മയും കൂടെ ലോഞ്ചിൽ കയറിയിട്ട് ചെറുതായിട്ടൊന്ന് ഡിന്നർ കഴിച്ചു കേട്ടോ. സൗദിയിലേക്ക് നമുക്ക് ഏകദേശം 5 മണിക്കൂറുണ്ട് ട്രാവലിംഗ് ടൈം. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും ഒരുപാട് ടൈം കിട്ടൂല. കാരണം നമുക്ക് ഉംറ ചെയ്യാൻ പോകേണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഫ്ലൈയിങ് ടൈമിൽ മാക്സിമം റെസ്റ്റ് ചെയ്യാനും ഉറങ്ങാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ നോർമൽ വീഡിയോസ് പോലെ നമ്മൾ ടൈം ടു ടൈം വീഡിയോ എടുത്തിട്ടുള്ള അങ്ങനെ ഒരു കഥ പോലുള്ളൊരു വീഡിയോ ഒന്നും ആയിരിക്കില്ല കേട്ടോ ഇത്. നമ്മൾ റാൻഡമായിട്ട് പള്ളിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴൊക്കെ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ എല്ലാം ഒരു ദിവസം തന്നെ റെക്കോർഡ് ചെയ്ത് വീഡിയോസും ആയിരിക്കില്ല. പല പല ദിവസങ്ങളിലുള്ള വീഡിയോസ് എല്ലാം ഒരുമിച്ചാക്കിയിട്ടുള്ളതാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ സൗദിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജിദ്ദയിലേക്കുള്ള ബസ്സിൽ നമ്മൾ നേരെ നമ്മളെ ഹോട്ടൽ റൂമിലേക്ക് പോയി അവിടുന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാട്ടോ നമ്മൾ ഉംറക്ക് പോയിട്ടുള്ളത്. ഇത് നമ്മൾ ഉംറ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഉമ്മ ടയേർഡായിട്ട് അവിടെ ഇരിക്കുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അന്നത്തെ ദിവസം നല്ല ടയേർഡായിരുന്നു. ഇഷാ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് കേട്ടോ ഓരോ റൂമിൽ. അപ്പോൾ നേരത്തെ കിടന്നതുകൊണ്ട് തന്നെ രാവിലെ നല്ല ഫ്രഷായിട്ട് എണീക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് സുബഹിക്ക് 1 മണിക്കൂർ മുന്നേ ഒരു ബാങ്കും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ബാങ്ക് കേട്ടപ്പോൾ ഞാൻ എണീറ്റ് ഫ്രഷായി. യൂഷ്വലി എല്ലാവരും ഗ്രൂപ്പായിട്ട് തന്നെയാണ് പോവുക. അപ്പം ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഒറ്റക്കായിരുന്നു. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഒറ്റക്ക് പോണത്. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. തിരിച്ച് വരുമ്പം ഈ ഏരിയ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഹറമിൽ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ബാങ്ക് കൊടുക്കാനാവുന്ന സമയത്ത് ആളുകൾ ഒരുപാട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമല്ലോ. ആ സമയത്ത് അവർ മത്താഫിലേക്കുള്ള ഒരു എൻട്രി ക്ലോസ് ചെയ്യും കേട്ടോ. കാരണം അവിടെ ഭയങ്കര തിരക്കും അല്ലെങ്കിൽ ക്രൗഡിങ് ഒന്നും ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മത്താഫിലേക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ സഫ മർവ ഈ ഒരു സൈഡിൽ നിന്നാണ് കയറുക. അതായത് മർവൻ്റെ സൈഡിൽ നിന്നാണ് നമുക്ക് കയറാൻ പറ്റുക. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഒരു മാറ്റ് വിരിച്ചിട്ട് അവിടെ ഇരുന്നിട്ടാട്ടോ ഫജ്ർ നിസ്കരിച്ചത്. അപ്പോൾ സഫ മർവ എന്ന് പറഞ്ഞ 2 കുന്നുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതാണ് സഫ. ഇവിടെ നിന്നാണ് നമ്മൾ സൈ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പണ്ടൊക്കെ ഇങ്ങനെ മല പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആളുകൾ ഇതിന്മേൽ പോയിട്ട് ഇതിന്മേൽ കഷ്ണങ്ങൾ പൊട്ടിച്ച് കൊണ്ടുപോവുകയും പിന്നെ അതുപോലെ ഇതിങ്ങനെ ഗ്രാജ്വലി ആളുകളായ്മ ഇരുന്നിട്ടും കയറിയിട്ടൊക്കെ ഇല്ലാണ്ടാവുമെന്ന് തോന്നിയപ്പം അവരിതിൻ്റെ മുകളിലൊരു റെസിൻ പോലത്തെ ഒരു സാധനം അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിന്മേന്നൊന്നും പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല അതിൻ്റെ ചുറ്റും ഗ്ലാസ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കാണാമെന്നല്ലാണ്ട് അത് തൊടാനോ പിടിക്കാനോ അതൊന്നും പറ്റൂല കേട്ടോ. അങ്ങനെ ഫജ്ർ നിസ്കാരം കഴിഞ്ഞപ്പം എനിക്കെങ്ങനെയോ മത്താഫിലേക്ക് കയറാൻ പറ്റി. ഇത് ശരിക്കും പറഞ്ഞാൽ ലേഡീസിന് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ്. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വെള്ള ഈ ഒരു മത്താഫിലേക്ക് കയറാം. പക്ഷേ ആണുങ്ങൾക്ക് അവർക്ക് ഈ ഇഹ്റാം ഡ്രസ്സിൽ തന്നെ ആവണം, എന്നാൽ മാത്രമേ അവരെ മത്താഫിലേക്ക് കയറ്റുള്ളൂ. അല്ലാത്ത നോർമൽ ഡ്രസ്സിലുള്ള ആളുകളാണെങ്കിൽ അവരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വിടുക. അവിടെ പക്ഷേ തവാഫ് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ റൗണ്ടാണ്, ഒരുപാട് നടക്കണം. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിലേക്ക് വരുന്ന വഴിയാണ് ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് അങ്ങനെ ഷൂട്ട് ചെയ്യണതാണ്.
ഇവിടെ എനിക്ക് തോന്നുന്നു വിപുലമായ ക്ലീനിങ് നടക്കുന്നത് രാവിലെ ഫജറിന് ശേഷമാണെന്ന് തോന്നുന്നു. കാരണം അല്ലാതെ ബാക്കിയുള്ള നമസ്കാരങ്ങളൊക്കെ ഇങ്ങനെ അടുത്തടുത്തല്ലേ വരുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് തന്നെ 24 അവേഴ്സ് ഓരോ ഏരിയയും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ രാവിലെ ഈ ഒരു ഫജറിന് ശേഷം മൊത്തം ക്ലീനിങ് ആണ്. അപ്പം ഞാൻ പോകുന്ന വഴിയാട്ടോ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു. നമ്മൾ വരുന്നതൊരു വഴി, പോകുന്നതൊരു വഴി, അങ്ങനെ സ്ഥിരമായിട്ട് ഒരു വഴിയിലൊന്നല്ല കേട്ടോ പോകുന്നതും വരുന്നതും ഒന്നും. കാരണം പല സമയത്തും പല ഡോറുകളും ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ആക്കുകയൊക്കെ ചെയ്യും. കാരണം ചില സ്ഥലത്ത് കൺസ്ട്രക്ഷൻ വർക്ക് അല്ലെങ്കിൽ ഈ ക്രൗഡിങ് ഒക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് പല സമയത്തും പല സ്ഥലങ്ങളും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടും ഓപ്പൺ ചെയ്തിട്ടൊക്കെയാണ് ഇവിടുത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇവർ കൺട്രോൾ ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഡോറുകളും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വഴി അവർ തുറന്നു വെക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ സമയത്തും ഹജ്ജിൻ്റെ സമയത്തുമാണ്. അല്ലാത്ത സമയങ്ങളിൽ നേരെ മത്താഫിലേക്കുള്ള എൻട്രിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കിനി തിരിച്ച് പോകണമെങ്കിൽ നമ്മൾ സൈ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് നമ്മൾ മറവയിലേക്ക് നടക്കണം. മറവൻ്റെ അവിടെയുള്ള ഡോറിൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ ബിൽഡിങ്ങിലേക്ക് എളുപ്പമാണ്. അപ്പം ഞാൻ വീണ്ടും സഫ മർവ സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. ഇതവിടുത്തെ വീൽ ചെയറിനുള്ള ആ ഒരു സ്പേസാണ്. ആളുകൾ നടക്കുന്ന സ്ഥലത്ത് കൂടെ വീൽ ചെയർ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലാണ്ട് ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ വീൽ ചെയറിന് മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ശരിക്കും ഞാൻ മർവൻ്റെ ഡോറിൻ്റെ ആ സൈഡിൽ കൂടെ ആയിരുന്നു പുറത്തേക്ക് ഇറങ്ങേണ്ടത്. പക്ഷെ അതിന് മുന്നേ 2-3 ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എക്സിറ്റ് എന്ന് കണ്ടപ്പോൾ ഞാൻ ഇറങ്ങി. പക്ഷെ ഇറങ്ങിയത് ഞാൻ പെട്ടു കേട്ടോ. ഇനി ഞാൻ ഒരുപാട് ചുറ്റിയിട്ട് വേണം നമ്മൾ ആ ഒരു സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഏത് ടൈമായാലും ഈ ഹറം നമുക്കൊരു ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ടൈം ഇപ്പം വളരെ കുറവാട്ടോ. ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകണമെങ്കിൽ അത്ര ആളുകൾ തിരിച്ച് ഇങ്ങോട്ടും വരുന്നുണ്ട്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഫ്ലോ ആണ്, നല്ല തിരക്കാണ് എപ്പോഴും. കഴിഞ്ഞ പ്രാവശ്യം അതായത് നോമ്പിന് ഞാൻ വന്ന സമയത്ത് ഈ ഒരു ഏരിയൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, അതായത് ക്ലോക്ക് ടവറിൻ്റെ സൈഡിലായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഏരിയനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇറങ്ങുമ്പോഴേ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങിയത് കേട്ടോ. പിന്നെ നമ്മളടുത്ത് നമ്മളെ ID കാർഡ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളുടെ അമീറിൻ്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആളുകളോട് ഹെൽപ്പ് ചോദിക്കാനൊക്കെ ഉള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഇതുപോലെ നല്ല കട്ടൻ ചായയും അവരുടെ ഒരു സ്പെഷ്യൽ ബ്രെഡ്, ഇത് ഹറമിൻ്റെ വക കേട്ടോ. അപ്പം ഒരു ബണ്ണ്, ഒരു എന്തോ മസാല സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള കരിഞ്ജീരകമൊക്കെ ഇട്ടിട്ടുള്ളൊരു സ്പെഷ്യൽ ബണ്ണ്, അതിങ്ങനെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആ ഒരു ചൂട് കട്ടൻ ചായ ഒക്കെ കിട്ടിയപ്പം എന്തോ ഭയങ്കര ഒരു ആശ്വാസം. അങ്ങനെ വളരെ വിജയകരമായിട്ട് നമ്മൾ രാവിലെ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. വലിയ കൺഫ്യൂഷൻ ആവാൻ മാത്രമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ചായയൊക്കെ കുടിച്ച് ആടിപ്പാടി വന്നപ്പോഴത്തേക്കിനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഏകദേശം അടുത്തെത്തിയപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ നടന്ന് നോക്കുമായിരുന്നു കേട്ടോ. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഗ്രോസറി കാര്യങ്ങളൊക്കെ എവിടെയാണ് ഉള്ളത്, അതുപോലെ നല്ല റെസ്റ്റോറൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കൊക്കെ ഇതുപോലെ ഒരുപാട് പ്രാവുകളുണ്ട് കേട്ടോ. എല്ലായിടത്തും കാണാം ഇതുപോലെ പ്രാവുകൾ, അകത്തും പുറത്തും ഒക്കെ ഉണ്ട്. അങ്ങനെ ചെറിയൊരു ഗവേഷണം നടത്തിയപ്പോഴാണ് ഞങ്ങളെ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറിയൊരു ഗ്രോസറിയും കണ്ടുപിടിച്ചു. അപ്പോൾ എന്നെ കാണാത്തതുകൊണ്ട് ഞാനിനി ഉമ്മനെ കാണാത്തതുകൊണ്ട് വറി ചെയ്യേണ്ട വിചാരിച്ചിട്ട് അവരൊരു ചെറിയ സ്ലിപ്പൊക്കെ എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാണ് എന്ന് അറിയിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ റൂം വരുന്നത്. ഇതുപോലെ ഒരു മെയിൻ ഡോറാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു വാഷ്റൂമാണ്. പിന്നെ അതുപോലെ 2 റൂംസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. നമ്മളെ റൂമിൽ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. മറ്റേ റൂമുകളുടെ വാഷ്റൂമാണ് ആ പുറത്ത് കണ്ടത്. അപ്പോൾ ഓരോ റൂമിലും 4 പേരാണ് കേട്ടോ ഉള്ളത്. സംഭവം ചെറിയ റൂമാണ്. നമുക്ക് നമ്മളെ ലഗേജൊന്നും വെക്കാൻ
ഉള്ള കഷ്ടി സ്ഥലം ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് വീഡിയോ ഒന്നുമല്ല, ഇങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ടും പോർഷൻ ബൈ പോർഷനായിട്ടും റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ അന്ന് രാവിലെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്ന തുർക്കിഷ് റെസ്റ്റോറൻറ്റിലൊന്ന് പോയിട്ട് ഒരു റോളും ഒരു ജ്യൂസും കഴിച്ചു കേട്ടോ. പിന്നെ വേറൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫത്തായറാന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ പേര് മറന്നുപോയി. സംഭവം പിസ്സ പോലെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ അഗെയിൻ ഇതാണ് നമ്മളുടെ ലൊക്കാലിറ്റി. ഇത് നമ്മൾ താമസിക്കുന്ന ലെയിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലമാട്ടോ. അങ്ങനെ വൈകുന്നേരം ഉമ്മനെയും കൊണ്ട് വീണ്ടും ഞാൻ പുറത്തിറങ്ങി. ഞങ്ങളെ ബിൽഡിങ്ങിൻ്റെ താഴെ ഇതുപോലൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൻ്റെ താഴെ ഇതുപോലെ കുറേ ബെഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഇരിക്കുകയും നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഹറമിൻ്റെ ജമാഅത്തിൻ്റെ കൂടെ നിസ്കരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ അസറിൻ്റെ ടൈമിൽ ഞാൻ ഹറമിലേക്ക് പോകുമ്പോൾ എനിക്ക് വീണ്ടും കിട്ടി കട്ടൻ ചായയും ഇതുപോലെ 2 ബ്രെഡും. അതെന്തോ ജാത്തറും ചീസൊക്കെ ഉണ്ടായിരുന്ന ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ഏകദേശം അസറിൻ്റെ ടൈം ആവാനാവുമ്പം ഇതുപോലെ ഇവിടുത്തെ വർക്കേഴ്സൊക്കെ അവരുടെ ജോബ് കഴിഞ്ഞിട്ട് പോണ സമയമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ നിസ്കാരമൊന്നും ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ല. ഞാൻ അസറും മഗ്രിബൊക്കെ എവിടേക്കോ ഇരുന്ന് നിസ്കരിച്ചു. ഇനി ഞാൻ വീണ്ടും വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ഈ വീഡിയോസൊക്കെ പാർട്ട് ബൈ പാർട്ട് ആയതുകൊണ്ട് എനിക്ക് തന്നെ ചെറിയൊരു കൺഫ്യൂഷനാണ്. അങ്ങനെ ഞാൻ നമ്മളുടെ മർവ ഗേറ്റിലെത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് മർവ എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ മല. അപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതെന്താണെന്ന്. സംഭവം അതിന്മേൽ കുറച്ച് റെസിനും കാര്യങ്ങളും ഇട്ടിട്ട് അവർ പ്രിസർവ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു മേജർ പോർഷൻ താഴോട്ടാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഞാൻ മർവ ഡോറിലൂടെ കയറുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ഇപ്പുറത്തൊരു ഡോർ കണ്ടു. അവിടെ വലിയ ആളും തിരക്കൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഇവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ എസ്കലേറ്റർ ഉണ്ട്, അതിങ്ങനെ കയറി പോവാട്ടോ. ഏകദേശം 3, 4, 5 നില മുകളിലോട്ട് ഇങ്ങനെ എസ്കലേറ്റർ കയറി പോവാണ്. അങ്ങനെ ഏകദേശം ഒരു 4th ഫ്ലോറോ 3rd ഫ്ലോറാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അവിടെ എത്തിയപ്പം ഇതുപോലെ കുറേ ആളുകൾ, അതുപോലെ കുറേ ഫാമിലീസിനെയൊക്കെ കണ്ടു. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു വിൻഡോൻ്റെ ഉള്ളിൽ നിന്ന് പീപ്പ് ചെയ്തപ്പം നമ്മൾ ഹറമിൻ്റെ ഔട്ട്സൈഡാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ പീപ്പ് ചെയ്തപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കണ്ടത്. ഇത് ആക്ച്വലി നമ്മളുടെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ മർവ ഗേറ്റിലൂടെയാണ് കയറുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇത് ആക്ച്വലി സഫ മർവ ഇതുപോലെ തീരെ വയ്യാത്ത ആളുകളോ പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കാർട്ടുണ്ട്. അപ്പം അത് ബുക്ക് ചെയ്യുന്നതും അതിൻ്റെയൊക്കെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇത് ആക്ച്വലി നമുക്ക് ഓൺലൈനിലും വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാം, അല്ലാണ്ട് നമുക്ക് നേരിട്ട് പോയിട്ട് തന്നെ ബുക്ക് ചെയ്യായിരിക്കും അതിനേക്കാളും നല്ലത്. ഒരാൾക്ക് അതിൽ പോകാൻ വരുന്നത് 50 റിയാലാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ വീണ്ടും താഴേക്ക് തന്നെ വന്നു. ഈ മത്താഫിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ആയി പോവുള്ളൂ. ഈ ഗ്രൗണ്ട് ഫ്ലോർ, അതായത് മത്താഫിൻ്റെ ഈ ഒരു ഫ്ലോറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അപ്പം നമ്മളൊരു ബുധനാഴ്ചയാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച നമുക്ക് ജുമാക്ക് പോയപ്പോഴുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ അമീര നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, കിങ് അബ്ദുള്ള എക്സ്പാൻഷൻ ഉണ്ട്, അതാകുമ്പം നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് നമ്മളെ ഏരിയയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ തിരക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജുമാ ടൈമിന് അങ്ങോട്ടേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10:30 ആയപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഉമ്മാക്ക് വേണ്ടിയിട്ടൊരു വീൽ ചെയറും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീൽ ചെയർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റിയിട്ടായി അകത്തേക്ക്. അതായത് വീൽ ചെയർ ഉള്ളവരെ മാത്രമേ അവരിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അലൗ ചെയ്യുള്ളൂ. അല്ലാതെ പിന്നെ 10 മണി ആ ഒരു സമയത്തൊക്കെ വരുന്ന ക്രൗഡിനെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറുണ്ട്, 5th ഫ്ലോറിലേക്കാണ് വിടുക. എസ്കലേറ്ററിൽ അങ്ങനെ കയറ്റിയിട്ട് 5th ഫ്ലോർ വരെ അവർ വിട്ടുകൊണ്ടിരിക്കും. മുകളിലത്തെ ഫ്ലോർസൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ താഴത്തെ ഫ്ലോറിലേക്ക് അവർ എൻട്രി അലൗ ചെയ്യുള്ളൂ. അപ്പോൾ വീൽ ചെയറുള്ള ആളുകളെ മാത്രം ഇവിടെ കയറ്റുന്നതുകൊണ്ട് തന്നെ ഇവിടെ അത്ര തിരക്കായിട്ടില്ല. മുകളിലേക്കാണ് ആളുകളെയൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് ഈ ഒരു പള്ളി ഇങ്ങനെ ആരും ഇല്ലാണ്ട് ഉള്ള ഒരു സ്ഥലം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇവിടെ ശരിക്കും ഞാൻ ഷൂട്ട് ചെയ്ത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഇവിടുത്തെ ഈ ഡോറും പിന്നെ ഇവിടുത്തെ വാളിലുള്ള ഈ ഒരു കൊത്തുപണികളും ഇവിടുത്തെ ഷാൻഡലിയേഴ്സും ഒക്കെ ഭയങ്കര അത്ഭുതമാട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ. അതുപോലെ സംസമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം ഫുള്ളാണ്. ഞാൻ പക്ഷേ എപ്പോഴും ഈ നോട്ട് കോൾഡ് എന്ന് എഴുതിയ സംസം മാത്രമേ കുടിക്കാറുള്ളൂ. അല്ലാത്തതൊക്കെ ഭയങ്കര തണുപ്പാണ്. നമുക്ക് നല്ല സിവിയർ ആയിട്ടുള്ള ജലദോഷം ചുമയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നോട്ട് കോൾഡാണ് എടുക്കാറ്. ഇനി ഇൻ കേസ് തണുത്തത് മാത്രമാണ് അവൈലബിൾ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുറേ നേരം എൻ്റെ ബാഗിൽ വെച്ചിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷം ഞാൻ കുടിക്കാറുള്ളൂ. സാധാരണ നമ്മൾ ജുമാക്ക് ഒരു 10:30 സമയത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും നല്ല തിരക്കായിരിക്കും. പക്ഷേ അൽഹംദുലില്ലാ ഞാൻ ആദ്യം വിചാരിച്ചത് വീൽ ചെയറൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മക്ക മദീന ഇതുവരെ പോവാത്തവർക്കൊക്കെ ഒരു പക്ഷേ ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ മാക്സിമം ഞാൻ ഷെയർ ചെയ്യാനും ശ്രമിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.